നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കല്ലുമ്മക്കായ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടേ. ഇത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഇത് തിളക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. നമുക്കിതൊന്ന് അടിമേലൊന്ന് മറിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. മുകൾ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്തുള്ളൊന്ന് അടിഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാം വായ തുറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികൾ ഒരു പച്ചക്കായ, ഒരു ചെറിയ മാങ്ങ, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അരപ്പിലേക്കും വറവിടാനും കൂടി വേണ്ടിയിട്ടാണ് എടുത്തത്. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതുപോലെ കല്ലുമ്മക്കായയിൽ നിന്ന് ഇറച്ചിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് കല്ലുമ്മക്കായ വെള്ളം അടക്കണം. നമ്മൾ വേവിച്ചപ്പം വന്നിട്ടുള്ള വെള്ളം അടക്കാണ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം നമുക്കൊരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചക്കായ ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇതിലേക്ക് ഇനി മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂണ് വറുത്ത മല്ലിപ്പൊടിയാണ്. നമ്മൾ നാടൻ മല്ലിപ്പൊടിയാണ് ഇത്. മല്ലിപ്പൊടിൻ്റെ അളവാണ് ഇതിൽ കൂടുതൽ ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മാങ്ങ ചേർത്തിട്ടില്ല. ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങേൻ്റെ അളവൊന്ന് കുറച്ചെടുക്കണം. നമ്മൾ മല്ലിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ വെന്തുടഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണേ. അതുകൂടാതെ നമ്മൾ ഒരുപാട് പുളിയുള്ള മാങ്ങ ഇതിലേക്ക് ചേർക്കരുത്. നമുക്കൊന്ന് മാങ്ങ വേവുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ മസാലപ്പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. തേങ്ങേൻ്റെ അളവൊന്ന് കുറച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഈ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കല്ലുമ്മക്കായൻ്റെ ഉപ്പ് മാത്രമേ ഇതിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്യാം. ഒരുപാട് തിളച്ച് മറിഞ്ഞിട്ട് നമ്മളെ തേങ്ങ ഒന്ന് പിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. അവിടെ തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളിയാണ് ഞാൻ വറവിടുന്നത്. നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മാങ്ങ മസാലക്കറിയാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.